ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബിൻസി വ്ലോഗ്സ്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വീക്ക് ഡേയിലെ വൈകുന്നേരത്തിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അധികം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് 2 കുഞ്ഞു മക്കളാണുള്ളത്. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെയാണ് ജോലി ചെയ്യാറ്. അങ്ങനെ കൃത്യമായ ടൈം ടേബിളൊന്നും വെച്ചിട്ടല്ല ഞാൻ ജോലിയൊന്നും ചെയ്യാറ്. എനിക്ക് സമയം കിട്ടുമ്പോഴാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വഴക്കിടാതിരിക്കുന്ന സമയമാണ് എനിക്ക് ഫ്രീ ടൈമായിട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന ജോലികളാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതുപോലെ തന്നെ ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പോൾ എന്നെക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ ഇത് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ലായിരിക്കാം. പക്ഷേ ഇത് 2 കൊച്ചുകുട്ടികളുടെ അമ്മയാണ് ഞാൻ. അപ്പോൾ അവരെ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇവിടെ ഇപ്പോൾ സമയം വൈകുന്നേരമാണ്, 5:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഇന്ന് ഇഡ്ഡലി ആയിരുന്നു. ഇഡ്ഡലി കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചില്ലി ഇഡ്ഡലി ഉണ്ടാക്കുകയാണ് ചായയുടെ കൂടെ കഴിക്കാനായിട്ട്. ചായ ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോഴത്തേക്ക് എനിക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട്. ഒട്ടും സമയമില്ലെങ്കിൽ ഹസ്ബൻഡ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ ചായയൊക്കെ ഇടാൻ പോവുകയുള്ളൂ. മിക്കവാറും മക്കൾ സമ്മതിക്കാറില്ല ഇതൊന്നും ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് അവർ കളിക്കുന്ന സമയമായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. അപ്പോൾ ചില്ലി ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മക്കൾ ചിലപ്പോൾ അവർ നന്നായിട്ടിരുന്ന് കളിച്ചോളും. ചില സമയങ്ങളിൽ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും വന്ന് നിൽപ്പുണ്ടാവും 2 പേരും. അപ്പോൾ എനിക്ക് സാധനങ്ങളൊന്നും എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പകുതിക്ക് വെച്ചിട്ടിട്ട് പോവുകയാണ് മിക്കവാറും ചെയ്യാറ്. അപ്പോൾ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായ അല്ലെങ്കിൽ കോഫി ആയിരിക്കും വൈകുന്നേരങ്ങളിൽ മിക്കവാറും. അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. ഇനി ചായയും ചില്ലി ഇഡ്ഡലിയും കൂടെ കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. കുട്ടികൾക്ക് ആ സമയം ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ പതുക്കെ ഡിന്നറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാണ്. എന്നാൽ കുട്ടികൾക്ക് വേണ്ടി പാസ്തയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ അവർക്ക് ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെയാണ് മിക്കവാറും കൊടുക്കാറ്. അപ്പോൾ ബേബി പാസ്തയാണ് ഞാനിവിടെ അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാസ്ത ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കുക്കിംഗ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഡിന്നർ റെസിപ്പീസ് ഇടാനായിട്ട് പ്ലാനുണ്ട്. അപ്പോൾ അതിലൊന്നാണിത്. അപ്പോൾ പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ പാസ്ത ഉണ്ടാക്കി. അപ്പോൾ കുറച്ച് ചീസൊക്കെ ഇട്ടാണ് പാസ്ത ഉണ്ടാക്കുന്നത്. കുട്ടികൾക്ക് നമ്മൾ ചീസൊക്കെ ഇപ്പോഴേ കൊടുക്കണം. കാരണം ചീസ് കൊടുക്കുമ്പം നല്ല കാൽസ്യം ഒക്കെ കിട്ടും. അപ്പോൾ വളരെ നല്ലതാണ്. ഏത് ടൈപ്പിലുള്ള ചീസായാലും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് നിങ്ങൾ കിട്ടുമെങ്കിൽ കൊടുത്തു നോക്കുക. അപ്പോൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള കറികളും ചോറും ഒക്കെ ഞാൻ തലേദിവസം തന്നെ പ്രിപ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിന്നിവിടെ ബട്ടർ ചിക്കനാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിച്ചപ്പം അതിൻ്റെ ബ്രസ്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു ചെറിയ ബട്ടർ ചിക്കൻ പോലെ തയ്യാറാക്കിയാണ്. ബട്ടറൊന്നും ചേർക്കുന്നില്ല, പക്ഷേ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് ചെയ്യുവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയാണ്. അപ്പോൾ ബട്ടർ ചിക്കൻ്റെ കൂടെ ചപ്പാത്തി ആയിരിക്കും. നാളെയാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി കഴിക്കാനായിട്ട് കുറച്ച് ചോറുണ്ട്, പരിപ്പുണ്ട്, പിന്നെ അതുകൂടെ തന്നെ റാഗിയുടെ ബ്രെഡും കുറച്ച് സാലഡ് അങ്ങനെയൊക്കെയാണ് കഴിക്കാറ്. ചിലപ്പോൾ രാത്രിയിൽ ഓട്സ് ആയിരിക്കും, അല്ലെങ്കിൽ കിൻവ ആയിരിക്കും. അങ്ങനെ പ്രത്യേക ഒരു ടൈം ടേബിളൊന്നും ഇല്ല. നമ്മൾ സൗകര്യം പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തടുപ്പിൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പരിപ്പ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്നാണ് ഡിന്നറൊക്കെ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. അപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പാസ്ത, ബട്ടർ ചിക്കൻ, പിന്നെ കുറച്ച് ചോറുണ്ട്, ഇത് സാലഡാണ്, പിന്നെ ഇത് റാഗിയുടെ ബ്രെഡാണ്. അപ്പോൾ ഇത് ഈസ്റ്റൊന്നും ചേർക്കാത്ത നല്ല ബ്രെഡാണ്. ഇവിടെ പല വെറൈറ്റിയിലുള്ള നല്ല നല്ല ബ്രെഡ്സൊക്കെ കിട്ടും. അപ്പോൾ ഡിന്നർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നാണ് ഡിന്നർ കഴിക്കാറ്. കുട്ടികളും അതുകൂടെ തന്നെ കഴിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം പാത്രങ്ങളൊക്കെ നന്നായിട്ട് അഴുക്കായി കിടപ്പുണ്ട്. അപ്പോൾ ഡിഷ് വാഷറിലേക്ക് വെക്കാവുന്ന പാത്രങ്ങളെല്ലാം ഞാൻ ഡിഷ് വാഷറിലേക്ക് വെച്ചിട്ട്, പിന്നെ നോൺ സ്റ്റിക്കൊക്കെ നമ്മൾ കൈകൊണ്ട് തന്നെ കഴുകണം. അപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ കൈകൊണ്ടും കഴുകി വെക്കുകയാണ്. പാത്രങ്ങൾ കൂടി കഴുകി കഴിഞ്ഞതിന് ശേഷം വാഷ് ബേസിൻ നന്നായിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കഴുകും. അത് കഴിഞ്ഞിട്ട് കൗണ്ടർ ടോപ്പും സ്റ്റവ് ടോപ്പും ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാറുണ്ട്.
അപ്പോൾ അത്യാവശ്യം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീക്ക് ഡേയിലുള്ള ഒരു രാത്രി അല്ലെങ്കിൽ ഒരു ഈവനിങ് റുട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ മോർണിംഗ് റുട്ടീനൊക്കെ ഇനി വഴിയെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂളിൽ പോക്കും അതൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ് ഇപ്പോൾ. അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. പുതിയൊരു വ്ളോഗുമായിട്ട് അടുത്ത ദിവസം വരാം. താങ്ക്